മുസ്ലിങ്ങള് ഇവിടെ വിഷയം സക്കാത്ത് ധർമ്മോ കച്ചവടത്തിന്റെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. ഏതെല്ലാം കച്ചവടമായാൽ അതിന് സക്കാത്ത് നിർബന്ധമാണ് എന്ന് പറയുന്നത് പൈസയുടെ കച്ചവടം, പൈസയുടെ സക്കാത്ത്. നമ്മുടെ കയ്യിൽ ഒരു കൊല്ലം നമ്മുടെ ഇന്നലെ പറഞ്ഞല്ല, നമ്മുടെ വെള്ളിക്ക് സക്കാത്ത് നിർബന്ധമാണെങ്കിൽ 590 ഗ്രാം വെള്ളി നമ്മുടെ കയ്യിൽ ഒരു കൊല്ലം സ്റ്റോക്ക് ഉണ്ടായാൽ അതിന് സക്കാത്ത് കൊടുക്കും. 590 ഗ്രാം വെള്ളിന്റെ പൈസ എന്തിനാണ് നോക്കുന്നത്? ഇന്നലെ പറഞ്ഞ ശരി തന്നെയാണ്. അത്ര കിട്ടുന്നു അല്ലെ, ജാസ്തിയിലായിരുന്നു. ഇന്നലെ ഞാൻ നെറ്റടിച്ച് നോക്കിയതാണ്. അപ്പൊ കിട്ടിയ പൈസന്റെ കണക്കാണ് പറഞ്ഞത്. എത്ര നമുക്ക് നോക്കാം ഓരോ ദിവസം ഇതിന്റെ കണക്കാണ് ഡെയിലി റേറ്റ് ചെയ്ത അന്നത്. അപ്പൊ ഏതായാലും ഇന്നലെ പറഞ്ഞ കണക്കടിസ്ഥാനത്തിൽ ഒരു 37,000 രൂപന്റെ പൈസ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള പൈസ നമ്മുടെ കയ്യിൽ ഒരു കൊല്ലം സ്റ്റോക്ക് ഉണ്ടായാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയം. ഞാൻ പറഞ്ഞു, പാവങ്ങൾ ഫക്കീറുമാരായിരിക്കും. എന്റെ അറിവിൽ തന്നെ ഇപ്പൊ മക്കളൊക്കെ മിസ്കിന്മാരാണ്. ഉപ്പ അപകടത്തിലോട്ട് മരിച്ചുപോയി. ഉപ്പാന്റെ പേരിൽ ഇൻഷൂറിന്റെ പൈസ അത് അക്കൗണ്ടിലാണ്. ഇൻഷൂറിന്റെ പൈസ നല്ലോണം വരും. 30,000, 30 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം അല്ലെ. ഓരാണെങ്കിലും പാവങ്ങളാണ്. ആ പൈസ അതുപോലെ അക്കൗണ്ടിൽ ഉണ്ടാവും. എന്നാൽ അത് അക്കൗണ്ടിൽ വന്നിട്ട് ഒരു കൊല്ലാൻ പോയി കണക്കാക്കി സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധം. ആര് ചിന്തിക്കുന്നു? ഇപ്പൊ അവരോട് പറഞ്ഞാൽ നമുക്ക് തന്നെ വരും. നമ്മളിവിടെ ചോദിക്കാനില്ലാതെ പൈസ അക്കൗണ്ടിലുള്ളത് വേറെ, ചോദിക്കാനില്ലാതെ നമ്മൾ സക്കാത്ത് കൊടുക്കണം. അതുപോലെ ഇത് വ്യക്തിപരമായിട്ടുള്ള വിഷയമൊന്നല്ല, പാവപ്പെട്ടവൻ പൈസക്ക് വാങ്ങാന്നല്ല, സമ്പത്തിന്റെ ബാധ്യതയാണ്. നമ്മുടെ കയ്യിൽ ആ പൈസ ഉണ്ട്. അത്ര പൈസ ഒരു കൊല്ലം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് നിർബന്ധമാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയൊക്കെ കട കൊടുത്തിട്ടുണ്ടോ? കട കൊടുത്തിട്ട് ഒരു കൊല്ലം ആകുമ്പോൾ നമ്മൾ സക്കാത്ത് കൊടുക്കണം. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ പൈസ ഉണ്ട്. ഞാൻ പറഞ്ഞത് അവകാശം അപ്പുറത്തവന്റെ കയ്യിലാണ്. എന്നാൽ കണക്കാക്കിയിട്ട് സക്കാത്ത് കൊടുക്കണം. ഒരു കൊല്ലം അടുത്തവന്റെ കയ്യിൽ അതുപോലെ പൈസ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഓന് കൊടുക്കണം. ആരാണ് വാങ്ങിയത് അത് കൊടുക്കണം. അപ്പൊ ഒരു പ്രത്യേകമായിട്ടൊന്ന് പറയട്ടെ. ഇപ്പൊ ഇന്ന് സാധാരണയായിട്ട് ഈ നറുക്ക് വെക്കുന്ന കാലാണ്. നറുക്ക് അല്ലെ, നറുക്ക് സോതി വെക്കുന്ന കാലം. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുണ്ടാവും, നറുക്കിന് കൂടിയിട്ടുണ്ടാവും. ഒരു മാസത്തിന് 10,000, ഒരു മാസത്തിന് 5,000 കെട്ടുന്ന 1 ലക്ഷം രൂപ നറുക്കെന്ന് വെച്ചു. എക്സാമ്പിൾ വരും. 1 ലക്ഷം അല്ല, വലുതാണ്. 10,000 കെട്ടുന്നത്, 20,000 കെട്ടുന്നത്, 5 ലക്ഷം വരുന്നത്, 4 ലക്ഷം വരുന്നത്, വലിയ ആൾക്കാർ ചിന്തിക്കും. അപ്പോ ഞങ്ങൾ ഇങ്ങനെ മാസം പൈസ കിട്ടും. പൈസ കെട്ടിയിട്ട് ഉദാഹരണം എക്സാമ്പിൾ പറയാം, ഒരു 20,000 മാസത്തിൽ കെട്ടുന്ന ഒരു സോത്തിന് കരുതുകൾ. സോത്തിന് നറുക്കുന്നുണ്ട് പറയും, കുരി. നമ്മുടെ നാട്ടിൽ നറുക്കെന്ന് പറയും. പിന്നെ 2 ഐറ്റം ഉണ്ട്. ഒന്ന് പാടില്ലാത്തതാണ്, വിളിച്ചിട്ട് പൈസ എടുക്കുന്നത്, അത് ഹറാമാണ്, അത് പാടില്ല. ഇത് ചീട്ടെടുത്തിട്ട് വന്നാൾക്ക് കൊടുക്കുന്നത്, അത് ആ കുരി പറ്റും. പിന്നെ അതുകൊണ്ട് വിളിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഒരാളൊരു 2 ലക്ഷം കെട്ടേണ്ടി വരും. ഫസ്റ്റിന്റെ പൈസ അഞ്ചെണ്ണുണ്ടാവും. അപ്പൊ 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം വിളിക്കുന്നത്. അപ്പൊ പൈസ കിട്ടും. കെട്ടേണ്ടത് എത്ര? 2 ലക്ഷം കെട്ടണം. കിട്ടുന്നത് 1 ലക്ഷം. അപ്പൊ അത് പാടില്ലാത്തതാണ്. ഇത് ഞമ്മ കെട്ടിയ പൈസ നമുക്ക് കിട്ടും. പക്ഷെ അത് എപ്പോ കിട്ടും എന്ന് അറിയില്ല. ഇതാണ് ഹലാലായ കുരി, നമുക്ക് പറ്റുന്ന കുരി. അപ്പൊ അതിനാണ് സാധാരണ ആളുകൾ ഇപ്പൊ കൂടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ പറയട്ടെ, അപ്പൊ ഒരു മാസത്തിൽ ഒരു 10,000 കെട്ടുന്ന ഒരു കുരിയാണ്. 10,000 കെട്ടുന്ന കുരി വെച്ചോളി. അപ്പൊ 4 മാസം നമ്മൾ കെട്ടുമ്പോ 40,000 നമ്മൾ നല്ല സ്റ്റോക്ക്. 4 മാസം കെട്ടുമ്പോ 40,000 സ്റ്റോക്ക് ആയി. അപ്പൊ ഇന്നത്തെ കണക്കിൽ നമ്മുടെ സക്കാത്തിന്റെ പൈസ ആണ്, സക്കാത്തിന്റെ നിർബന്ധമാവുന്ന പൈസ. അപ്പൊ ഈ 40,000 സ്റ്റോക്കാണ് റമദാൻ മാസത്തിൽ വെച്ചു കൊടുത്തു. റമദാൻ മാസം ആകുമ്പോ നമ്മൾ കിട്ടി 4 മാസമായി 40,000. എന്നാൽ അടുത്ത റമദാൻ ആകുമ്പോ നമുക്ക് നക്ക് വന്നില്ലെങ്കിൽ, ഈ കുരി നമുക്ക് വന്നിട്ട് കിട്ടിക്കാതെ തിന്നിട്ട് പോയാലും പോയി, സക്കാത്ത് കൊടുക്കണ്ട. നമുക്ക് 2 കൊല്ലം 24 മാസം അങ്ങനെ ഉണ്ടാവും ഒരു കുരി എന്ന് പറഞ്ഞാൽ. അപ്പൊ അടുത്ത മാസം വരെ, അടുത്ത റമദാൻ വരെ നമുക്ക് വന്നില്ലെങ്കിൽ നമ്മൾ ഈ 40,000 രൂപയ്ക്ക് ഒരു കൊല്ലം, നമ്മൾ 40,000 രൂപയ്ക്ക് ഒരു കൊല്ലാകുമ്പോ അതിന്റെ 2.5% സക്കാത്ത് നമുക്ക് കൊടുക്കണം. എന്താ നമുക്ക് പൈസ കിട്ടിയില്ല, നമ്മുടെ പൈസ എന്താണ് സ്റ്റോക്ക് അതില്. പിന്നെ അതിന്റെ തീർന്നിട്ട് പിന്നത്തെ കൊല്ലം അല്ല, പിന്നത്തെ മാസം, അതായത് റമദാനിൽ നമ്മൾ 40,000 സക്കാത്ത് കണക്കാക്കി കൊടുക്കും. പിന്നത്തെ മാസം ആകുമ്പോ 10,000 ആകുമ്പോ ഒരു കൊല്ലായി കൂടി 50,000 ഒരു കൊല്ലം. അപ്പൊ ഈ 10,000 സക്കാത്തില്ല, പക്ഷെ 40,000 സക്കാത്ത് നമ്മൾ കൊടുത്തതുകൊണ്ട് ഈ 10,000 സക്കാത്ത് കണക്കാക്കി പിറ്റത്തെ മാസം കൊടുക്കണം. അപ്പൊ ചിന്തിക്കാത്ത വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ പറയുമ്പോ പഠിക്കാത്ത വിഷയം. നമുക്കറിയില്ല. അപ്പൊ ഇന്നലെ ഒരു സ്ഥലമാണ് മസലിരിക്കുമ്പോ സ്ഥലമാണ് ഞമ്മ തെറ്റിപ്പോയി. നമുക്ക് പറയാൻ എത്രയോ നമുക്ക് ഒരിക്കലും കൂടി വന്നേ, പക്ഷെ നമുക്ക് വന്നത് കൊണ്ട് നമ്മളെല്ലാം രക്ഷപ്പെട്ടു. ഒരാളുകൾ ഫസ്റ്റ് തന്നെ പറയുന്നു, നമുക്ക് അർജന്റ് ഒന്നും ഇല്ല, ലാസ്റ്റ് കിട്ടിയാൽ മതി, ലാസ്റ്റ് ടെൻഷൻ ഇല്ല.
ലാസ്റ്റ് കിട്ടിയോ ലാസ്റ്റ് കിട്ടിയിട്ട് അടുത്തോന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ സക്കാത്തിനെ നമ്മൾ ചിന്തിക്കുന്നത്. മോള് കല്യാണം 2 കൊല്ലം കഴിഞ്ഞ് ഇരിപ്പന്നെ കൂടി മാസം 20,000 കിട്ടി 5 ലക്ഷത്തിന്റെ കുരിയാണ് ലാസ്റ്റ് കിട്ടിയ മതി എന്ന് പറയും. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഓരോ കൊല്ലാകുമ്പോ സക്കാത്ത് നമ്മൾ വിട്ടുപോയി. അപ്പൊ ഓരോ മാസം എന്താക്കണോ, ഓരോ മാസത്തിന്റെ ആ പൈസക്കുള്ള കണക്കാക്കിയിട്ട് സക്കാത്ത് കൊടുക്കും. 10,000 രൂപയെങ്കിൽ എത്ര 10,000 രൂപയില്ല, അല്ലെ 1 ലക്ഷം രൂപയ്ക്ക് 2,000 രൂപ അല്ലേ, 1 ലക്ഷം. അപ്പൊ 10,000 രൂപയ്ക്ക് എത്ര ചെറിയ പൈസ 250 അല്ലെ, 250 രൂപ കൊടുക്കണം. സക്കാത്ത് നിയത്താക്കിട്ട് തന്നെ കൊടുക്കണം. നിങ്ങൾ വരക്ക് വന്നവന് 10 രൂപ കൊടുത്തിട്ട് അങ്ങനെയല്ല, അത് 250 രൂപ വെക്കണം. വെച്ചിട്ട് പിന്നെ നിങ്ങൾ 10,000 രൂപ കൊടുത്ത സാറേ കണക്കാക്കിട്ട് വെക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിക്കാത്ത മസാലകളാണ്. അപ്പൊ പൈസന്റെ കാര്യം അങ്ങനെ, പൈസന്റെ ആ സക്കാത്തിന്റെ പൈസ ഉണ്ടായാൽ 1 കൊല്ലമാകുമ്പോ അത് കണക്കാക്കിയിട്ട് സക്കാത്ത് നിർബന്ധമായിട്ട് കൊടുക്കണം. ഇതെല്ലാം ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പാവങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ട് ആവുന്ന ആളുകൾ ഉണ്ടാവും, മിസ്കീന്മാര് എല്ലാവർക്കും സന്തോഷമായി. കാരണം മാസം അവർക്ക് കച്ചവടക്കാരുടെയും അതുപോലെ ഈ പൈസ വെച്ചവരുടെയും സക്കാത്ത് ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈശ്വര കിട്ടിയ പൈസ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബുകാരൻ നമുക്ക് തന്ന പൈസ അതെന്റെ കയ്യിലുണ്ട് 1 കൊല്ലാകുമ്പോ ആ പൈസ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ്. ഇതാണ് പൈസന്റെ സക്കാത്ത്. 2% കച്ചവടത്തിന് 2%. കച്ചവടത്തിന് കാര്യം ഇന്നലെ പറഞ്ഞപ്പോ ഒരു ചങ്ങായി വിളിച്ചു, സാറെ അയാളിത് ഫാബ്രിക്സ് ഡോറും പിന്നെ ഡോർ അതിലെല്ലാം. അപ്പൊ അയാൾ പറഞ്ഞ ഗ്ലാസ് കെട്ട്. അപ്പൊ ഞമ്മ ഈ ഡിസ്പ്ലേ വെക്കണ ഡിസ്പ്ലേ വെക്കുന്നല്ല, ഈ ഡിസ്പ്ലേ വെക്കുന്ന അത് നമ്മുടെ ഈ കച്ചവടത്തിന് കൂട്ടോടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഡിസ്പ്ലേ ഞാൻ ഫസ്റ്റ് ഈ ഫാബ്രിക്സ് അറിയില്ല, കുറെ ഡ്രസ്സിന്റെ വീഡിയോയിലുണ്ട് ഡിസ്പ്ലേ വെക്കുന്ന. ഡിസ്പ്ലേ കച്ചവടത്തിനല്ല വെക്കുന്നത്. ഒരാൾ പോയിട്ട് ഡിസ്പ്ലേ നോക്കിയിട്ട് അതിന്റെ വാങ്ങുന്ന ചന്തത്തെ വെക്കും. അപ്പൊ ഡ്രസ്സിന്റെ വീഡിയോക്കാരെല്ലാം നിർബന്ധമായിട്ട് കൊടുക്കണം, അത് കണക്കാക്കിട്ട് കൊടുക്കണം. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഫാബ്രിക്സ് അധികമാണ് സ്ക്രൂ അടിച്ചിട്ട് ഇങ്ങനെ ഫിറ്റിംഗ് ആക്കി വെക്കുന്നത്. രണ്ടാൾക്ക് അതുപോലത്തെ ക്വാളിറ്റി വേറെ കൊടുക്കുന്നത്, അത് അതുപോലെ ഉണ്ടാകും. അത് കച്ചവടം ആക്കുന്നില്ല. കച്ചവടം ആക്കുന്നില്ലെങ്കിൽ അതിന്റെ കത്ത് കൊടുക്കണം. കച്ചവടം ആക്കുന്നില്ല, അതിന് ചന്തത്തിന് വെച്ചത് കാണുന്ന ആളുകൾ വെട്ടക്ഷാവത്തിന് വെച്ചതാണ് എന്നാലും കൊടുക്കണ്ട. അതല്ല കച്ചവടത്തിന് വേണ്ടി വെച്ചതാണോ എന്നാലും അത് കണക്കൂട്ടി കൊടുക്കേണ്ടി വരും. എല്ലാം കൊടുക്കണം. എല്ലാ കച്ചവടത്തിന്റെ സാധനമായിട്ട് എന്തൊക്കെ നമ്മുടെ പീഡിയയിലുണ്ടോ, നമ്മൾ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിലുണ്ടോ, അതിന്റെ ഒക്കെയും സക്കാത്ത് ഓരോ കൊല്ലാകുമ്പോ കണക്ക് കൂട്ടിയിട്ട് 2.5% പാവങ്ങൾക്ക് അവകാശപ്പെട്ടത് കൊടുക്കണം. ഈ പറയുന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും സക്കാത്താണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നെ മുത്തിന് സക്കാത്തുണ്ടാന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. മുത്തിനുണ്ട, രത്നത്തിനുണ്ട, ഡയമണ്ട്, അതിനെന്തോ സക്കാത്തില്ല. കാരണം അത് ഉപയോഗിക്കാൻ കുറവല്ലേ, വീട്ടിലെ ആളുകളുടെ കയ്യിലുണ്ട, അതിന് സക്കാത്തില്ല. സക്കാത്തിന്റെ ഇതന്നെ സ്വർണം, വെള്ളി, പൈസ, കച്ചവടം, അതിന്റെ ഒട്ടകം, ആട്, മാട്, ഇതെല്ലാം. നമുക്ക് ഫിത്ർ സക്കാത്തിനെ കുറിച്ച് പറയാം. ഏതായാലും ഫിത്ർ പെരുന്നാളാണ് വരുന്നത്. അപ്പൊ അതിന്റെ കണക്കെന്ത്, ആർക്ക് കൊടുക്കേണ്ട, എത്ര കൊടുക്കേണ്ട, ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിക്ക് വേണ്ടി മാഷാ അല്ലാഹ് കഴിഞ്ഞ ദിവസം ഒരാള് നല്ലൊരു സംഖ്യ 5,000, പിന്നെ ഒരാള് ഒരു സംഖ്യ തന്നിട്ട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ കബൂലാക്കണേ അല്ലാഹ്. എന്തൊരു നിയത്തിലാണോ നിന്റെ പള്ളിയുടെ കാര്യത്തിന് വേണ്ടി അവർ സഹായിച്ചത്, സഹകരിച്ചത്, ആ നിയത്ത് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഒരാൾ ഗൾഫിൽ അധ്വാനിക്കുന്ന സഹോദരനാണ്, സാമ്പത്തികമായി വലിയ വേദനയുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ പള്ളിയെ സ്നേഹിച്ചുകൊണ്ട് വലിയ അയാൾ തന്ന റബ്ബേ, അദ്ദേഹത്തിന്റെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഇന്നുവരെയായി ഈ പള്ളിക്ക് വേണ്ടി പല രൂപത്തിൽ പല ആളുകൾ ചെറുതും വലുതുമായ സഹായങ്ങൾ തന്നവരാ. പടച്ചോനെ, ചിലപ്പോ അത് വാങ്ങി നമുക്ക് മറന്നുപോയിട്ടുണ്ടാവും. നിനക്ക് മറവിയില്ലല്ലോ റബ്ബേ. തന്ന ആളുകൾ ആരാണ്, എത്രയാണ്, ഇവരുടെ മുറാദ് എന്താണ്, പണ്ട് മുതൽ തന്ന ആളുകളുടെ സർവ്വ കാര്യങ്ങളും മറവിയില്ലാതെ അറിയുന്ന പടച്ചോനെ, അവരുടെ കാര്യങ്ങൾ മുഴുവനും നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകളിൽ അതിന്റെ തവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, റമദാനിന്റെ 1 മുതൽ നമ്മുടെ പള്ളിയുടെ പരിസരത്ത് നോമ്പ് തുറക്കുള്ള സംവിധാനം ഒരുക്കിയപ്പോ ഓരോ ദിവസങ്ങൾ മാഷാ അല്ലാഹ് നല്ലവരായ മുഅ്മിനീങ്ങൾ അതിനു വേണ്ടി നല്ല രൂപത്തിൽ സഹകരിക്കുന്നവരാണ്. പല ആളുകൾ പലഹാരങ്ങൾ, ഫ്രൂട്ട്സുകൾ കൊണ്ടുതരുന്നു, പഞ്ചസാര കൊണ്ടുതരുന്നു, പല രൂപത്തിൽ വത്തക്ക കൊണ്ടുതരുന്നു, ഒരാളുകൾ പൈസകൾ ഏൽപ്പിക്കുന്ന പടച്ചോനെ കഞ്ഞി കൊണ്ടുതരുന്ന ആളുകൾ, ഈ എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പകരമായി സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാഹ്. സ്വർഗീയ പലഹാരങ്ങൾ നൽകണേ അല്ലാഹുവേ. നമുക്ക് വേണ്ടി, ഉസ്താദ്മാർക്ക് വേണ്ടി എല്ലാ റമദാനിന്റെ ആദ്യം മുതൽ ഇന്നത്തെ ദിവസം വരെ നോമ്പ് തുറക്ക് വേണ്ടി ഭക്ഷണം തന്ന ആളുകളുണ്ട്. അത്താഴത്തിന് നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ അൽഹംദുലില്ലാഹ് തന്ന വീട്ടുകാർ, പടച്ചോനെ അവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. അതിരാത്രി സമയത്ത് വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ട് റബ്ബേ ഉണ്ടാക്കി തരുന്നവരാണ്. ഖിയാമത്തിൽ കടന്നു വരുന്ന ആളുകൾക്ക് അല്ലാഹുവേ പറഞ്ഞ നല്ല ചായയും അതുപോലെ ലഘുഭക്ഷണങ്ങൾ തരുന്ന ആളുകളുണ്ട്. പടച്ചോനെ എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ഓരോരുത്തരുടെയും
മനസ്സിലുള്ള നീയത്ത് നിന്റെ പൊരുത്തമാണല്ലോ, നീ പൊരുത്തപ്പെടണേ അല്ലോ, സ്വീകരിക്കണേ ഉണ്ട്. റമദാനിൽ ചെയ്ത ആകാലുകൾ എല്ലാം ആഖിറത്തിൽ അനുകൂലമാക്കി തരണേ അല്ലോ. സാവില്ലാതെ സ്വർഗത്തിലെത്താൻ നിങ്ങളെ സഹായിക്കുന്ന അമലുകളാക്കണേ അല്ലോ. പ്രവാസികൾക്ക് 27 രാത്രിയുടെ അവസാന ഘട്ടത്തില് അവരിപ്പോൾ നിൽക്കുന്നത്, അവരുടെ അമലുകൾ നീ സ്വീകരിക്കണേ അല്ലോ. കടന്നു വരുന്ന രാത്രി നമുക്ക് 27 രാത്രിയാണ്. ധാരാളം എന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ആഖിറത്തിന് വേണ്ടിയുള്ള അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാഹ്, സന്മനസ്സ് താ അല്ലാഹ്, ആഫിയത്ത് താ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم أدخلني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله